നമസ്കാരം. ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈജു കുര്യൻ. നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്തുണ്ട്. നമസ്കാരം ജി. നമസ്കാരം സാറേ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ടൂറിസത്തെ കുറിച്ച് ആയിക്കോട്ടെ. ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ ലോക സഞ്ചാരിയുടെ ഓണർഷിപ്പിലുള്ള സഫാരി ചാനലിലെ സഞ്ചാരം പ്രോഗ്രാം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. സാർ കാണാറില്ലേ? ഞാനും കാണാറുണ്ട്. ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ, ടൂറിസം ഡെസ്റ്റിനേഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ട് കൊതി വരുവാണ്. നമ്മുടെ അടുത്ത്, അതായത് കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലം, കോട്ടയത്തു നിന്ന് 2 കിലോമീറ്റർ 2 മണിക്കൂർ ജേർണി ഉള്ളു. കുട്ടിക്കാനത്ത് പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലം, 5-10 മലകൾ. പണ്ടൊക്കെ 10-25 വർഷം മുമ്പ് ഒക്കെ വളരെ ചുരുക്കം ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമില്ല. കാരണം 5-10 മലകളുണ്ട്. ഈ മലയിൽ നിന്ന് ഒരു മലയിലേക്ക് എന്താണ് ചേർക്കാറ്? എന്താ സാറേ കേബിൾ കാർ. അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം? തീർച്ചയായും നമ്മുടെ ഒരു പരാജയം തന്നെയാണ്. നമുക്ക് കേരളത്തിൽ ഇത്രയും നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു പ്രകൃതി അനുഗ്രഹിച്ച് തന്നേക്കുന്ന എന്ന് തന്നെ പറയാവുന്ന നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് തന്നെ പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി, ആ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കേരളത്തിലുള്ളത്. പക്ഷെ നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കോ അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം പറഞ്ഞ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ അവിടെ നമുക്ക് ഒരു കേബിൾ കാർ മാതിരിയുള്ള സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ചെല്ലുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ അട്രാക്റ്റീവ് ആകും. ആ പ്ലേസ് കൂടുതൽ ഫേമസ് ആകും. ഇപ്പം കേരളത്തിന്റെ അതിർത്തി തമിഴ്നാടുമായിട്ട് പങ്കിടുന്ന ഒരു അതിർത്തിയാണ് ഈ കുമളി പീരുമേട് ഏരിയ. തമിഴ്നാട്ടിൽ നിന്നാണെ പോലും വളരെയധികം ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യമാണ്. സാറേ, ഈ ഇത്ര രസമുള്ള ഒരു ഏരിയ. സാർ കേബിൾ കാറിന്റെ കാര്യം പറഞ്ഞു, ഞാനും പറഞ്ഞു. സാർ ഒന്ന് ആലോചിക്കുക, അതൊരു സ്വകാര്യ ഒരു മാനേജ്മെന്റിനെ ഏൽപ്പിക്കും. നമ്മുടെ മെട്രോ റെയിൽ പോലെ തന്നെ ഈ കേബിൾ കാറിന്റെ കാര്യം പറയുന്നത്. സാറേ, ആയിരക്കണക്കിന് ഞായറാഴ്ചകളിൽ, ഈ പിന്നെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരും. എത്രയോ വരുമാനം, എത്രയോ ആൾക്കാർക്ക് ജോലിയും എത്രയോ വരുമാനം നമ്മുടെ കേരള സർക്കാരിന് വരേണ്ടതാണ്. അതുപോലെ തന്നെയാണ് സാറേ നമ്മുടെ ഇവിടുന്ന് റാന്നി ഒക്കെ അടുത്തായിട്ട് പെരുന്തേനരുവി. സാർ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആ സ്ഥലത്തെ കുറിച്ച്? വളരെ അട്രാക്റ്റീവായ, പക്ഷേ വളരെ കുറച്ച് ആൾക്കാർക്ക് ഈ സ്ഥലം അറിയുന്നുള്ളൂ. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കോളേജ് കാലത്ത് പോയ ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്നും വളരെ കുറച്ച് പേർക്ക് പെരുന്തേനരുവി എവിടെയാണെന്ന് ചോദിച്ചാൽ അറിയത്ത് പോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ ഭൂരിപക്ഷം. വെച്ചുച്ചിറ, അതുപോലെ തന്നെ റാന്നി പോലുള്ള പഞ്ചായത്തുകളുടെ നടുക്കായിട്ട് വരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. നമ്മുടെ എരുമേലി ഒക്കെ ആയിട്ട് അടുത്ത് പിന്നെ അതിർത്തി പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും എരുമേലിയിൽ നിന്നാണ് തിരിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മള് വാഴച്ചാൽ പോകുന്നു. സെയിം വാഴച്ചാലിന്റെ ഒരു മിനിയേച്ചർ അല്ലേ ഈ പറഞ്ഞ തീർച്ചയായും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് തീർച്ചയായും വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോ അത് ശരിക്കും പ്രൈവറ്റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളിപ്പം ഏറ്റവും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. വാഗമണ്ണിൽ ഗ്ലാസ് ബ്രിഡ്ജ് വന്നു. എത്രയോ ആൾക്കാരാണ് 500-1000 രൂപയാണെങ്കിൽ പോലും അവിടെ കയറാൻ വേണ്ടി വരുന്നത്. പല ദിവസവും ടിക്കറ്റ് ഇല്ലാതെ ആൾക്കാർ തിരിച്ചു പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നമുക്ക് പ്രകൃതി രമണീയമായി കിട്ടിയേക്കുന്ന ഈ അനുഗ്രഹം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസം വളരെയധികം വികസിക്കും. നമ്മുടെ സംസ്ഥാനത്തിന് നല്ലൊരു വരുമാനമാകും. നമ്മുടെ ഈ പ്രകൃതി രമണീയമായ സൗന്ദര്യം ലോക പ്രശസ്തമാകും. ഫോറിൻ കൺട്രീസിൽ നിന്ന് വളരെയധികം ആൾക്കാർ വരും. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെയധികം ആൾക്കാർ വരും. നമ്മുടെ സാമ്പത്തിക നില തന്നെ വളരെ ഭദ്രമായ നിലയിൽ വരും. അതിനുവേണ്ടി നമ്മുടെ അധികാരികൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സാറേ, അത് ഞാനിപ്പോ കുട്ടിക്കാനത്തെ ആ പരുന്തുംപാറ പറഞ്ഞപ്പോൾ പീരിമേഡില്, അതായത് കുട്ടിക്കാലത്ത് നടന്ന പീരിമേഡില് ഈ പരുന്തുംപാറയുടെ ഒക്കെ അടുത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. നമ്മുടെ ഗസ്റ്റ് ഹൗസ് അല്ല, റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം, KTDS. എന്താ സാറേ, ഇത്ര അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു റിസോർട്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോഴത്തേക്കും, ഒത്തിരി പ്രാവശ്യം താമസമുണ്ട്. ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കും. ഈ നിർമ്മാണം ഇങ്ങനെ ഈ മെയിൻ്റനൻസ് പണിയാണ്. നീണ്ട് 3 വർഷത്തോളം ആ നിർമ്മാണം തന്നെ ആകും. സാറിന് ആലോചിച്ച് നോക്കി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും നല്ല KTDSയുടെ റിസോർട്ടിൽ ഒന്നാണ് ഈ പരുന്തുംപാറ. സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്ര ഗസ്റ്റുകൾ വരുന്നത്, ഇതെല്ലാം നന്നായിട്ട് പരിപാലിച്ചു പോകണ്ടേ സാറേ? ശരിയാണ്, വളരെ നന്നായിട്ട് പരിപാലിച്ചു പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ എനിക്കുണ്ടായ അനുഭവം കൂടി വെച്ചിട്ട് ഞാൻ പറയാം. നമ്മുടെ വർക്കല ശിവഗിരിയിൽ ഒരു KTDSയുടെ ആണോ അതോ PWDയുടെ ആണോ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പബ്ലിക്കിന് ഒരിക്കലും അക്സസിബിൾ അല്ലാത്തതാണ്.
കാരണം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വന്ന് ഒന്നുകിൽ റെക്കമെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ആ സംവിധാനം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ സർക്കാർ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലത്തെ സംവിധാനങ്ങൾ, കാരണം നമുക്ക് വളരെ ചീപ്പായിട്ട് താമസിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ വലിയ പണക്കാരല്ലെങ്കിൽ പോലും പാവപ്പെട്ടവന് പോലും അവിടെ വന്ന് ആ ടൂറിസം ആസ്വദിക്കാനും അതുപോലെ അവരുടെ മനസ്സിനൊരു എൻജോയ്മെന്റ് കൊടുക്കാനും നമുക്ക് നല്ലൊരു സാമ്പത്തിക വരുമാനം ആർജിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തീർച്ചയായും ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ടൂറിസത്തെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ഇൻകം ആർജിക്കാവുന്ന ഒരു മേഖലയാണ്. തീർച്ചയായും ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തീർച്ചയായും ഇത് ശ്രദ്ധ ചെലുത്തും എന്നുള്ള പ്രതീക്ഷയോടെ ഏവർക്കും നമസ്കാരം.